ഹായ്, വെൽക്കം ടു എഫ് കുക്കറി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 1 കിലോയോളം ബീഫ് കഴുകി ഡ്രെയിൻ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 സവാളയും 3 തക്കാളിയും എടുത്ത് ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കുക. പിന്നെ ഇതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി കഴുകിയതിന് ശേഷം ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാട്ടോ. അതിന് സ്റ്റൗ ഓൺ ചെയ്യുക, ഒരു കുക്കർ അടുപ്പിലോട്ട് വെക്കുക, കുറച്ച് നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്ത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 5 വെളുത്തുള്ളി അല്ലി, 15 പച്ചമുളക്, 1 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി, ഇത്രയാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്മെല്ല് മാറുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാൻ 3 തക്കാളിയാണ്, മീഡിയം സൈസിനുള്ള 3 തക്കാളിയാണ് എടുത്തതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും അവ നന്നായിട്ട് തക്കാളി കുക്കായി കിട്ടും. അപ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടി ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സൈഡിൽ എഴുതിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെ സ്മെല്ല് മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഇതിൻ്റെ വെള്ളം ഊറാനായിട്ട് വെക്കണം. അപ്പോൾ 5 മിനിറ്റോളം ഞാൻ മൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോഴേക്കും ബീഫിൻ്റെ വെള്ളമൊക്കെ ഊറി കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 6 വിസിലിട്ട്, മീഡിയം ഫ്ലെയിമിൽ 6 വിസിലിട്ട് വേവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ കുക്കർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ 6 വിസിൽ കഴിഞ്ഞിട്ട് ബീഫെല്ലാം വെന്ത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ടേ. ഇങ്ങനെ ഇരിപ്പുണ്ടാവും. ഇത്ര ആയി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, തൈര്, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കിടക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. വറ്റിച്ച് നമുക്കൊരു സെമി ഗ്രേവി പരുവത്തിന് ആക്കി മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചോറുണ്ടാക്കാനായിട്ട് വേറൊരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് കുറച്ച് നെയ്യും, ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ ഒരു 7-8 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലുമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ഞാൻ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനേ. അപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടും. ഒരുപാട് പേർക്ക് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു സ്റ്റേജാണിത്. ഇതിൽ ഉപ്പും പഞ്ചസാരയും ഇട്ട് നോക്കൂ, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ചെയ്തിട്ട് നമുക്ക് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് 1 പിടിയോളം കാഷ്യൂ നട്ടും കൂടെ വറുത്തെടുക്കാം. ഇഷ്ടമാണെങ്കിൽ 1 പിടിയോളം റൈസിൻസും കൂടെ ഇട്ട് ഇതുപോലെ വറുത്ത് കോരി മാറ്റണേ. എനിക്കിവിടെ അത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ റൈസിൻസ് എടുക്കാത്തത്. അപ്പോൾ ഞാൻ കാഷ്യൂ നട്ടെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക ഇത്രയും മാത്രം ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് അരി കഴുകി ഡ്രെയിൻ ചെയ്യാൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. 4 കപ്പ് അരിയാണേ. അത്രയും അരി ഇതിനകത്തോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അരിയുടെ സൗണ്ടൊന്ന് മാറി വരും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് അരി കുഴഞ്ഞു പോവേ. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം മാത്രം ഞാനിവിടെ 8 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം മൂടി വെച്ച് വേവിക്കാൻ. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഈ ലിഡിൻ്റെ പുറത്തൊരു ഹോളുണ്ട്. ആ ഹോൾ ഒരു ഗ്രാമ്പ് വെച്ച് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ആവി പുറത്ത് പോകാണ്ടിരുന്ന് വെന്ത് ഒരു 7 മിനിറ്റ് ആകുമ്പോൾ ചോറ് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ദം ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ച കുക്കറിൽ തന്നെയാണ് ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പകുതി മസാല ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി പകുതി നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. പകുതിയോളം ചോറ് ഞാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്.
നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ഉള്ളി, കാഷ്യൂ നട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മല്ലിയില, പുതിനയില ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് 1 ടീസ്പൂണോളം ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം, ഇളം ചൂടുള്ള വെള്ളം എടുത്താൽ മതി. ഇളം ചൂടുള്ള വെള്ളം എടുത്തതിന് ശേഷം അതിൽ 1 ടീസ്പൂണോളം മഞ്ഞൾ കലക്കിയിട്ട് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷം 1 ടീസ്പൂണോളം നെയ്യ് ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറത്തോട്ട് ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു ബിരിയാണി ചെയ്യുമ്പോൾ അസാധ്യ ടേസ്റ്റും അതുപോലെ തന്നെ അസാധ്യ മണവുമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ ആവി പുറത്ത് പോകാത്ത രീതിയിൽ വേണം കവർ ചെയ്ത് കൊടുക്കാനേ. അതിന് ശേഷം ഒരു ലിഡ് വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കുക. സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരു പാൻ വെച്ചതിന് ശേഷം ഈ ഒരു പാത്രം എടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളിത് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് അസാധ്യ സ്മെല്ലായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.